ഹലോ. ഹലോ പ്രിയമുള്ളവരെ, നമസ്കാരം. എല്ലാവർക്കും എൻ്റെ വീഡിയോ കാണാൻ കഴിയുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ. പ്രിയമുള്ളവരെ, ഞാൻ മുഹമ്മദ് ബാവ. ഞാൻ പെരിന്തൽമണ്ണയിൽ, മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിൽ MEA എഞ്ചിനീയറിംഗ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസറായി വർക്ക് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം AI ഫോർ ജോബ് ആൻഡ് കരിയർ സെർച്ച് എന്ന വിഷയമാണ്. അപ്പോൾ പ്രിയപ്പെട്ട സൗദ മാം, സൗദ മിസ് ക്ഷണിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് ഈ വിഷയവുമായി സംവദിക്കാൻ വന്നിട്ടുള്ളത്. അപ്പൊ എന്നെ ഈ പ്രോഗ്രാമിന് ക്ഷണിച്ച സൗദാ മിസ്സിനെയും മാനേജ്മെന്റിനെയും ആദ്യമായി ഞാൻ എൻ്റെ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. അപ്പോൾ നമ്മളധികം ദീർഘിപ്പിക്കുന്നില്ല, നമ്മൾ നേരെ വിഷയത്തിലേക്ക് പോവാണ്. AI ഫോർ ജോബ് ആൻഡ് കരിയർ സെർച്ച്. നമുക്ക് അറിയാവുന്നതാണ്, ഈയിടെ വളരെ പോപ്പുലറായി വളരെ നിരന്തരം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് AI എന്ന് പറയുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, കൃത്രിമ ബുദ്ധി എന്ന് നമ്മൾ മലയാളത്തിൽ പറയും. ഓക്കെ. അപ്പോൾ AI എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ബ്രെയിൻ ഉള്ളത് പോലെ തന്നെ കമ്പ്യൂട്ടറുകൾക്ക് ബ്രെയിൻ വന്നാൽ എങ്ങനെയുണ്ടാകും എന്നുള്ള ഒരവസ്ഥയാണ് ചുരുക്കത്തിൽ പറഞ്ഞാൽ AI എന്ന് പറഞ്ഞാൽ. മനുഷ്യസാധ്യമായ എല്ലാ കാര്യങ്ങളും മെഷീനുകൾക്ക് സ്വയം തന്നെ ചെയ്യാൻ കഴിയുന്ന ഒരു അത്ഭുത ലോകം. അതാണ് AI എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ നമുക്ക് പറയാവുന്നത്. അപ്പോൾ AI ഡേ ബൈ ഡേ ഒരുപാട് പുരോഗതി വന്നുകൊണ്ടിരിക്കുന്ന, ഒരുപാട് അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുന്ന, ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്ന, ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരുപാട് പുതിയ പുതിയ കമ്പനികളും സ്റ്റാർട്ടപ്സുകളും ഡേ ബൈ ഡേ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് AI എന്ന് പറയുന്നത്. ആസ് എ ടീച്ചർ, ഒരു അധ്യാപകൻ എന്ന നിലയിൽ നമുക്ക് നമ്മുടെ പഠിപ്പിക്കൽ, നമ്മുടെ അധ്യാപനത്തെ, അല്ലെങ്കിൽ ആസ് എ ടീച്ചർ നമ്മൾ സ്റ്റുഡന്റ് ആയിരിക്കണമല്ലോ. നമ്മുടെ ഒരു സ്റ്റുഡന്റ് എന്ന നിലയ്ക്ക് നമുക്ക് പഠിക്കാൻ കഴിയുന്ന, ഉപയോഗിക്കാൻ കഴിയുന്ന, നമ്മുടെ പഠനത്തെ എളുപ്പമാക്കുന്ന, അധ്യാപനത്തെ എളുപ്പമാക്കുന്ന ഒത്തിരി ടൂളുകൾ ഡേ ബൈ ഡേ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ AI എന്ന് പറയുന്ന ഒരു അത്ഭുത ലോകമാണ് യഥാർത്ഥത്തിൽ. അപ്പോൾ ഇനിയുള്ള കാലത്ത് ലോകത്ത് രണ്ട് തരത്തിലുള്ള ആളുകളാണ് ഉണ്ടാവുക. ഒന്ന്, AI അറിയാവുന്നവരും, രണ്ട്, AI അറിയാത്തവരും. ഓക്കെ. പ്രിയ കൂട്ടുകാരെ, പ്രിയ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അധ്യാപകരെ, നമുക്ക് ഏതൊരു വിദ്യാർത്ഥിയുടെയും ഒരു സ്വപ്നമാണ് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം എനിക്കൊരു ജോലി കിട്ടണം, അതും ഇഷ്ടപ്പെട്ടൊരു ജോലി കിട്ടണം. അപ്പോൾ നമുക്ക് ജോലി അന്വേഷിക്കാൻ പല പല മെത്തേഡുകൾ നാട്ടിൽ അവൈലബിൾ ആണ്, നമ്മുടെ ഏഹ്, രാജ്യത്ത് അവൈലബിൾ ആണ്. എന്നാൽ ഈ ലഭ്യമായ വഴികളെല്ലാം, മാർഗങ്ങളെല്ലാം തന്നെ പ്രയാസമുള്ളതും നമുക്ക് വളരെ ഈസി ആയിട്ടൊരു ജോബ് കണ്ടെത്തുന്നതിനെ സഹായിക്കാത്തതുമായ മെത്തേഡുകളാണ് നമ്മൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നിങ്ങളുടെ അച്ഛൻ, നിങ്ങളുടെ അമ്മ, അല്ലെങ്കിൽ നിങ്ങളുടെ അധ്യാപകൻ, നിങ്ങളുടെ ജ്യേഷ്ഠൻ, നിങ്ങളുടെ ജ്യേഷ്ഠത്തി, ഇങ്ങനെയുള്ളവരെല്ലാവരും നിലവിൽ ഒരു ജോലി ചെയ്യുന്നുണ്ടാവും. അവരോട് ചോദിച്ചു നോക്കുക, എത്ര വർഷം നിങ്ങൾ അന്വേഷിച്ചു, സെർച്ച് ചെയ്തു നിങ്ങൾക്ക് ഈ ജോലി കിട്ടാൻ? നിങ്ങൾ ഈ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾ സംതൃപ്തരാണോ, നിങ്ങൾക്ക് സാറ്റിസ്ഫൈഡ് ആണോ എന്നൊക്കെ നിങ്ങൾ അന്വേഷിച്ചു നോക്കുക. അപ്പൊ അതിനൊക്കെ ഒരു ഉത്തരം നിങ്ങൾക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ അത് പോസിറ്റീവോ നെഗറ്റീവോ ആയിക്കോട്ടെ. അപ്പൊ നമ്മൾ പറയുന്നത് AI ഉപയോഗിച്ചുകൊണ്ട്, AI ടൂളുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എങ്ങനെ ജോലി സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് നമുക്ക് ഇഷ്ടപ്പെട്ട, വളരെ ബെറ്ററായ, നമുക്ക് എൻജോയ് ചെയ്യാവുന്ന ഒരു ജോലിയിലേക്ക് എത്താം. അതിന് നമ്മളെ AI ടൂളുകൾ എങ്ങനെ സഹായിക്കുന്നു എന്നുള്ളതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ. സാധാരണ ഈ ക്ലാസ് എന്ന് പറയുന്നത് 100% ഹാൻഡ്സ് ഓൺ ആയി, പ്രാക്ടിക്കലായി ഞാൻ ചെയ്യുന്നതോടൊപ്പം എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളായ നിങ്ങൾ ഓരോരുത്തരും ചെയ്തു നോക്കിയിട്ടാണ് നമ്മൾ ഈ കോഴ്സ് നടത്താറ്. പക്ഷേ നിങ്ങളുടെ മോഡൽ എക്സാമും ഉള്ള തിരക്കുകളും മറ്റ് അക്കാദമിക് ഡ്യൂട്ടീസിൻ്റെ ഒക്കെ തിരക്കും പ്രയാസവും കാരണമാണ് നമ്മളിന്ന് ഈ ക്ലാസ് റെക്കോർഡറായി ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ AI കുറിച്ച് ഞാൻ ചെറുതായിട്ടൊന്ന് പറഞ്ഞു. ജോബ്സിനെ കുറിച്ചും കരിയറിനെ കുറിച്ചും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ പോകുന്നില്ല. ഇനി കരിയർ സെർച്ച് ചെയ്യാൻ, ജോബ് സെർച്ച് ചെയ്യാൻ ലോകത്ത് രണ്ട് മെത്തേഡുകളാണുള്ളത്. ഒന്ന്, നിലവിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കൺവെൻഷണൽ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് AI എനേബിൾഡ് ആയിട്ടുള്ള മെത്തേഡ്. ഓക്കെ. അപ്പൊ എത്ര മെത്തേഡുള്ള? ദർ ആർ
ടു മെത്തേഡ്സ്, രണ്ട് മെത്തേഡുകളാണ് ഉള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഓരോ മെത്തേഡിലേക്കും നമ്മൾ പോകുന്നതിന് മുമ്പ് AI കുറിച്ച് ഒന്നുകൂടി നിങ്ങൾക്ക് പറഞ്ഞു തരാം. എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ടല്ലോ അല്ലേ? ഞാൻ ഒന്നുകൂടി സ്ക്രീൻ ഷെയർ ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ സെഷനിലേക്ക് ഒന്നും കൂടി വരികയാണ്. സ്ക്രീൻ ഒന്നും കൂടി ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ അജണ്ട എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, നമുക്ക് മൂന്ന് കാര്യങ്ങളാണ് വേണ്ടത്. മൈൻഡ് സെറ്റ്, നമ്മുടെ മനോഭാവം, നമ്മൾ ഓരോ കാര്യത്തെക്കുറിച്ചും നമ്മുടെ നിലപാടുകൾ, നമ്മൾ അതിനെ എങ്ങനെ നോക്കിക്കാണുന്നു, ഈ കാര്യമാണ് ആദ്യമായി പോസിറ്റീവ് ആവേണ്ടത്. രണ്ടാമത്തേത്, നമുക്ക് കുറച്ച് സ്കിൽ സെറ്റുകൾ വേണം. AI ലിറ്ററസി, ഡിജിറ്റൽ ലിറ്ററസി, ഡിജിറ്റൽ ഹൈജീൻ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് പറയാവുന്ന ഒരുപാട് സ്കിൽസുകൾ. നമുക്ക് രണ്ട് തരത്തിലുള്ള സ്കിൽസ് ആണ് കോമൺലി കാണുന്നത്. ഒന്ന് ഹാർഡ് സ്കിൽസ്, ഒന്ന് ഹാർഡ് സ്കില്ലും, രണ്ട് സോഫ്റ്റ് സ്കില്ലും. ഹാർഡ് സ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് തിയററ്റിക്കലി നമ്മൾ സ്കൂളിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങളാണ് ഹാർഡ് സ്കിൽ എന്ന് പറയുന്നത്. അതേസമയം സോഫ്റ്റ് സ്കിൽ എന്ന് പറഞ്ഞാൽ ലീഡർഷിപ്പ് ക്വാളിറ്റി, പ്രോബ്ലം സോൾവിങ്, ഇങ്ങനെയുള്ള ഒത്തിരി സ്കിൽസുകളുണ്ട്. ക്രിയേറ്റീവ് തിങ്കിങ്, ക്രിട്ടിക്കൽ തിങ്കിങ്, ലോജിക്കൽ തിങ്കിങ്, ഇങ്ങനെയുള്ള സ്കില്ലുകൾ ഒരുപാടുണ്ട്. ഇതിനെയൊക്കെ നമുക്ക് എന്ത് പറയാം? ഇതിനെയൊക്കെ നമുക്ക് സോഫ്റ്റ് സ്കിൽ എന്ന് പറയാം. ഓക്കെ, അതുപോലെ തന്നെ ലാംഗ്വേജ് പ്രൊഫഷ്യൻസി, ഇംഗ്ലീഷിൽ സംസാരിക്കാനുള്ള കഴിവ്, ഇതൊക്കെ ജോബിന് വളരെ മുതൽക്കൂട്ടാവുന്ന കാര്യങ്ങൾ. ഇതൊക്കെ സോഫ്റ്റ് സ്കിൽസ് ആണ്. ഇനി അടുത്തത് നമുക്ക് വേണ്ടത് ടൂൾ സെറ്റ് ആണ്. ഓക്കെ, നമ്മൾ പഠിക്കാൻ പോകുന്നത് AI ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ജോലി സെർച്ചിങ് നമുക്ക് എളുപ്പമാക്കാം. അപ്പൊ അതിന് ഒത്തിരി ടൂളുകൾ നമുക്ക് ആവശ്യമുണ്ട്. ഈ ടൂളുകൾ നമ്മൾ പഠിക്കാനുള്ള, ഇതെല്ലാം എനിക്ക് പഠിച്ചെടുക്കാൻ കഴിയുമെന്നുള്ള പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ആത്മവിശ്വാസമാണ് നമുക്ക് ഒന്നാമത് വേണ്ടത്. രണ്ടാമത്, നമുക്ക് ഈ ടൂളുകൾ ഉപയോഗിക്കാനുള്ള സ്കില്ല്, കഴിവ്, അറിവ്. സ്കിൽ എന്ന് പറഞ്ഞാൽ ഡെഫിനിഷൻ ലേൺഡ് എബിലിറ്റി എന്നാണ്. പഠിച്ചെടുത്ത കഴിവ്, അതിനെയാണ് സ്കിൽ എന്ന് പറയാം. അപ്പോൾ ഈ സ്കില്ല്, മൈൻഡ് സെറ്റ് പ്ലസ് സ്കിൽ സെറ്റ് പ്ലസ് ടൂൾ സെറ്റ് ഈസ് ഈക്വൽ ടു സക്സസ്. നമ്മുടെ ലൈഫ് വിജയിക്കണമെങ്കിൽ നമുക്ക് ഈ മൂന്ന് കാര്യങ്ങൾ വേണം. ഓക്കെ, എ കറക്റ്റ് മൈൻഡ് സെറ്റ്, ദ നെക്സ്റ്റ് വൺ സ്കിൽ സെറ്റ്, ആൻഡ് വെരി ഗുഡ് ടൂൾ സെറ്റ്. ഈ മൂന്നെണ്ണം ഉണ്ടായാൽ നമ്മൾ ലൈഫിൽ വിജയിച്ചു. ഇനി തന്നെ നമ്മൾ നേരത്തെ AI കുറിച്ച് നമ്മൾ ഒത്തിരി സംസാരിച്ചു. AIക്ക് ഒരുപാട് സാധ്യതകളുണ്ട്, AI ഉയർത്തുന്ന ഒരുപാട് വെല്ലുവിളികളുണ്ട്. നമ്മൾ ഇതിനെക്കുറിച്ചെല്ലാം നമ്മളിനി സംസാരിക്കും. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമുക്ക് ഇനി രണ്ട് ചോയ്സുകളാണുള്ളത്. ആസ് എ സ്റ്റുഡൻറ്, ആസ് എ ടീച്ചർ, നമുക്ക് ലൈഫിൽ രണ്ട് ചോയ്സാണുള്ളത്. ഒന്ന്, ഫിയർ ആൻഡ് സ്റ്റേ അവേ ഫ്രം AI വേൾഡ്. ഈ AI ലോകത്തിനെ കുറിച്ച് പേടിക്കുകയും മാറി നിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ വഴി. രണ്ടാമത്തെ വഴി, ലേൺ ആൻഡ് അപ്ലൈ, പഠിക്കുകയും ഈ ടൂളുകളും കാര്യങ്ങളെല്ലാം പഠിച്ചെടുക്കുകയും അതെല്ലാം നമ്മുടെ ജോലിയിൽ, നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ലൈഫിൽ എല്ലായിടത്തും നമ്മൾ അപ്ലൈ ചെയ്യുക, ഉപയോഗപ്പെടുത്തുക. ഈ രണ്ട് ചോയ്സുകളാണ് നമുക്കുള്ളത്. AI എന്ന് പറയുന്നത് ഡേഞ്ചറസ്ലി പോപ്പുലർ ആയ ഒരു കാര്യമാണ്. ഡേ ബൈ ഡേ ആപ്ലിക്കേഷൻസും ചേഞ്ചസും ഇന്നോവേഷൻസും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ്. ആ മേഖലയിൽ നമ്മൾ ജീവിക്കുമ്പോൾ, ആ ലോകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷനാണുള്ളത്. ഒന്ന്, പേടിച്ച് മാറി നിൽക്കാം, എനിക്കിതൊന്നും അറിയില്ല, എനിക്കിതിനെ പേടിയാണ് എന്ന് പറഞ്ഞ് മാറി നിൽക്കാം. രണ്ടാമത്തതോ, നമുക്കിതെല്ലാം പഠിക്കുകയും ഇതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തി ജോലി കണ്ടെത്തുന്ന കേസിലാണെങ്കിൽ അങ്ങനെ, ഇനി ജോലി ചെയ്യുമ്പോഴോ ജോലി എളുപ്പമാക്കി ചെയ്യുവാൻ ആവശ്യമായ തരത്തിലുള്ള ടൂളുകൾ, ഒത്തിരി ടൂളുകൾ അവൈലബിൾ ആണ്. ഇതൊക്കെ ഉപയോഗപ്പെടുത്താം. അപ്പൊ പ്രിയ കൂട്ടുകാരെ, എൻ്റെ അടുത്ത ചോദ്യം നിങ്ങളോട് ഇതാണ്. ലെറ്റ് മീ നോ യുവർ ഓപ്ഷൻ. നിങ്ങൾ ഏതാണ് ചൂസ് ചെയ്യുന്നത്? പേടിച്ച് മാറി നിൽക്കാനാണോ തീരുമാനിച്ചത്, അതോ പഠിച്ചെടുത്ത് ഉപയോഗിക്കാനാണോ തീരുമാനിച്ചത്?
എനിക്കറിയാം MI ബോയ്സിലെ നിങ്ങളെല്ലാവരും തീരുമാനിച്ചിട്ടുണ്ടാവുക ഇതെല്ലാം പഠിക്കുവാനും ഇതെല്ലാം ഉപയോഗപ്പെടുത്തി ജീവിതം നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനുമാണ് നിങ്ങൾ ശ്രമിക്കുന്നുണ്ടാവുക. ഇനി സുഹൃത്തുക്കളെ, ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തിലേക്ക് തന്നെ വരികയാണ്. ലോകത്ത് രണ്ട് തരത്തിലുള്ള ആളുകളെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒന്നാമത്തേതെന്ന് പറയുന്നത് AI അറിയുന്നവരും, രണ്ടാമത്തത് AI അറിയാത്തവരും. പ്രിയ കൂട്ടുകാരെ, എനിക്കറിയാം നിങ്ങളുടെ പ്രായവും നിങ്ങളുടെ ജീവിതവും കാര്യങ്ങളൊക്കെ എനിക്കറിയാം. നിങ്ങൾ ജെൻസി പിള്ളേരാണ്, ആൽഫയാണ്, അങ്ങനെയൊക്കെ ഒരുപാട് കാറ്റഗറിയിലുള്ള ആളുകളാണ് നിങ്ങളെല്ലാവരും. ഓക്കെ. അപ്പോൾ ഈ ജനറേഷന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾക്ക് AI നന്നായി അറിയാവുന്നവരാണ്, നിങ്ങൾക്ക് ഡിജിറ്റൽ വേൾഡിനെ കുറിച്ച് വളരെ നന്നായി അറിയാവുന്നവരാണ്, ഇൻസ്റ്റ ഉപയോഗിക്കുന്നവരാണ്, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരാണ്, വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ്. നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ അച്ഛനമ്മമാർക്ക് അവരുടെ ഫോൺ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ളവരാണ്, നോളജ് ഉള്ളവരാണ്. ഓക്കെ. അപ്പോൾ നിങ്ങൾ AI അറിയാവുന്നവരാണ്. ഇനി നമുക്ക് AI എന്നതിൻ്റെ ഒരു ഡെഫിനിഷനിലേക്ക് നോക്കാം. AI എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന ശാസ്ത്ര വിഭാഗത്തിന്റെ ഒരു ഭാഗമാണ്. കമ്പ്യൂട്ടർ സയൻസിന്റെ ഒരു ഭാഗമാണ് AI. ഈ AIയുടെ ലക്ഷ്യം എന്താണ്? ഇറ്റ് എയിംസ് ടു ക്രിയേറ്റ് ഇന്റലിജന്റ് ആയിട്ടുള്ള ഏജന്റുമാരെ ക്രിയേറ്റ് ചെയ്യുന്നു. അതായത് ഇവ ഒരു സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തെ എന്ത് ചെയ്യുന്നു? റീസൺ ഉപയോഗിക്കാൻ കഴിയുന്നു, ബുദ്ധി ഉപയോഗിക്കാൻ കഴിയുന്നു, പഠിച്ചെടുക്കാൻ കഴിയുന്നു, സ്വയം വർക്ക് ചെയ്യാൻ കഴിയുന്നു. ഇപ്പൊ നമ്മൾ ഗൂഗിളിന്റെ ഡ്രൈവർലെസ് കാറുകളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും അല്ലെ? ടെസ്ലയുടെ ഉണ്ട് ഡ്രൈവർലെസ് കാർ. ഈ കാർ എങ്ങനെയാണ് ഓടുന്നത്? ഡ്രൈവർ ഇല്ല അതില്, ഫുള്ളി ഓട്ടോണമസ് ആണ്, ഓട്ടോമാറ്റിക് ആണ്. അപ്പൊ ആ രീതിയിലുള്ള കാറുകൾ വരുന്നു. ആ രീതിയിലുള്ള കാറുകളെ നിയന്ത്രിക്കുന്ന മെഷീൻസ് ഉണ്ട്. ഓക്കെ. ആ മെഷീൻസ് എന്താണ്? AI ആണ്. ഇപ്പൊ നമ്മള് ഗതാഗത നിയമലംഘനങ്ങൾ കണ്ടുപിടിക്കാൻ, ട്രാഫിക് വയലേഷൻസ് കണ്ടുപിടിക്കാൻ കേരള ഗവൺമെന്റും MVD ഒക്കെ ചേർന്നിട്ട് പുതിയ സംവിധാനം വന്നിട്ടുണ്ട് അല്ലെ? AI ക്യാമറ. AI ക്യാമറയുടെ ഫൈന് ചിലപ്പോൾ നിങ്ങളുടെ പാരൻസ് അടച്ചിട്ടുണ്ടാവാം, നിങ്ങളുടെ റിലേറ്റീവ്സ് അടച്ചിട്ടുണ്ടാവാം. അപ്പോൾ അതെങ്ങനെയാ പിടിക്കുന്നത്? AI ഉപയോഗിച്ചിട്ടാണ് കാറിന്റെ നമ്പർ, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഏതാണോ ബൈക്കിന്റെ നമ്പർ എടുക്കുന്നു. ആ ബൈക്ക് ആരാണോ ഓടിച്ചത് അയാളുടെ ഫോട്ടോ ക്ലിയർ ആയിട്ട് എടുക്കുന്നു. അതിനുശേഷം അതിന്റെ RC ഓണർ ആരാണോ അയാൾക്ക് കൃത്യമായിട്ട് അയക്കുന്നു. ഇതൊന്നും ചെയ്യുന്നത് ആരല്ല? മനുഷ്യരല്ല. ഇതെല്ലാം ചെയ്യുന്നത് AI ആണ്. അപ്പൊ AI എന്ന് പറയുന്നത് വി ക്യാൻ സീ AI ഇൻ എവരിവർ നവഡേസ്. എവരിവർ, എല്ലായിടത്തും നമുക്ക് AI കാണാൻ കഴിയും. ഇനി ചുരുക്കി പറഞ്ഞാൽ AI എന്ന് പറയുന്നത് അന്വേഷിക്കുന്നു, AI തേടുന്ന കാര്യം എന്താണ്? ടു സിമുലേറ്റ്, അനുകരിക്കുവാനാണ്, നമ്മളെ കോപ്പി ചെയ്യുവാനാണ്. ആരെ? ഹ്യൂമൻ ഇന്റലിജൻസ് ഇൻ മെഷീനുകളിൽ മനുഷ്യരുടെ ബുദ്ധിയെ സിമുലേറ്റ് ചെയ്യുന്നതാണ്, അതേപടി അനുകരിക്കുന്നതിനാണ് AI സാങ്കേതിക വിദ്യ എന്ന് പറയുന്നത്. ഇനി AI സാധ്യതകൾ നമുക്ക് എവിടെയൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ. നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് AI നമുക്ക് എങ്ങനെ ജോലി കണ്ടെത്തുന്നതിലും അതുപോലെ തന്നെ ജോലി സെർച്ച് ചെയ്യുന്നതിലും എങ്ങനെ ഇന്റർവ്യൂ പ്രിപ്പയർ ചെയ്യണമെന്നും എങ്ങനെ റെസ്യൂമെ CV ഒക്കെ പ്രിപ്പയർ ചെയ്യണമെന്നൊക്കെ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അപ്പൊ അതിനു മുമ്പ് ജനറലായി AIയുടെ സാധ്യതകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. എല്ലാവരും റെഡി അല്ലേ? ഓക്കെ, ഫൈൻ. അപ്പോൾ ആദ്യത്തത് ഹെൽത്ത് കെയർ. ആരോഗ്യരംഗത്ത് AI എന്ത് ചെയ്യുന്നു? ഉപയോഗപ്പെടുത്തുന്നുണ്ട്, ഡോക്ടേഴ്സൊക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. രോഗങ്ങളെ നേരത്തെ കണ്ടെത്തുവാനും അതുപോലെ തന്നെ മെഡിസിനുമായി ബന്ധപ്പെട്ട റിസർച്ചുകളിലൊക്കെ കോസ്റ്റ് കുറക്കാനും ഹെൽത്ത് കെയർ മേഖലയിൽ AI സഹായിക്കുന്നു. അതുപോലെ നമുക്കറിയാം വിദ്യാഭ്യാസ മേഖലയിൽ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ നിങ്ങളുടെ ക്ലാസ്സിൽ ചില കുട്ടികളെങ്കിലും അസൈൻമെന്റ് ടീച്ചർ സബ്മിറ്റ് ചെയ്യാൻ പറയുമ്പോൾ വിതിൻ മിനിറ്റ്സ്, വിതിൻ അവേഴ്സ് ദേ ക്യാൻ സിംപ്ലി സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് അസൈൻമെന്റ്. അവർ ChatGPT ഉപയോഗിക്കുന്നു, DeepSeek ഉപയോഗിക്കുന്നു, ഗൂഗിൾ ജെമിനായി ഉപയോഗിക്കുന്നു. ദർ ആർ മെനി ടൂൾസ് അല്ലെ? ഇതെല്ലാം ഉപയോഗിച്ച് നമുക്ക് നിമിഷ നേരങ്ങൾ കൊണ്ട് നമ്മുടെ അസൈൻമെന്റുകൾ, നോട്ട്സ് എല്ലാം പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നു. ഓക്കെ. അപ്പോൾ AI എഡ്യൂക്കേഷൻ മേഖലയിൽ ഒത്തിരി ടൂളുകൾ അവൈലബിൾ ആണ്. ഇനി ഗ്ലോബൽ ഇക്കോണമിയിൽ, ലോക സാമ്പത്തിക വ്യവസ്ഥയിലും എന്ത് ചെയ്യുന്നു? AI വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ദെൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെൽഫ് ഡ്രൈവിംഗ് കാർസ്, അതിൽ AI ഉപയോഗിക്കുന്നു. വെർച്വൽ അസിസ്റ്റൻസ്, നമുക്കറിയാലോ നമ്മുടെ ഫോണിൽ ഗൂഗിൾ വോയിസ് അസിസ്റ്റന്റ് ഉണ്ട്, ഐഫോൺ ഉപയോഗിക്കുന്നവർക്ക് സിരി ഉണ്ട്, ആമസോണിന്റെ അലക്സ ഉണ്ട്. ഇതൊക്കെ വോയിസ് കമാൻഡ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ കൺട്രോൾ ചെയ്യുന്നത് അല്ലെ? അതുപോലെ മെഡിക്കൽ ഡയഗ്നോസിസിൽ, രോഗനിർണയത്തിൽ എന്ത് ചെയ്യുന്നു? പരിശോധനകളിലും കാര്യങ്ങളിലൊക്കെ AI സഹായിക്കുന്നു ഡോക്ടേഴ്സിനെ. അതുപോലെ നമ്മൾ ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പോൾ ഞാൻ ഒരു ഷൂവിനെ കുറിച്ച് ആമസോണിലൊന്ന് സെർച്ച് ചെയ്താൽ
പിന്നെ ഞാൻ ഏത് പ്ലാറ്റ്ഫോം ഒക്കെയാണോ ഉപയോഗിക്കുന്നത്, ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നുണ്ട്, ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ട്, അപ്പോഴൊക്കെ ഈ ഷൂവിന്റെ പരസ്യം പോപ്പപ്പ് ചെയ്ത് വരുന്നത് കാണാം. ഇതൊക്കെ റെക്കമെൻഡേഷൻ സിസ്റ്റമാണ്. അതുപോലെ നമ്മുടെ കൂട്ടത്തിലുള്ള പല ആളുകളും നെറ്റ്ഫ്ലിക്സോ അല്ലെങ്കിൽ ആമസോണൊക്കെ, ആമസോൺ പ്രൈം ഒക്കെ ഇതിലുണ്ടാവും, പെയ്ഡ് ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ അവരുടെ, നമ്മളിപ്പോ സ്ഥിരമായി ക്രൈം ത്രില്ലേഴ്സ് കാണുന്നവരാണെങ്കിൽ ഓക്കെ, നമുക്ക് ക്രൈമുമായി ബന്ധപ്പെട്ട ഫിലിംസ് ഒക്കെ എന്ത് ചെയ്യും, ആമസോണും അതുപോലെ തന്നെ നെറ്റ്ഫ്ലിക്സ് ഒക്കെ സജസ്റ്റ് ചെയ്യും. അപ്പോൾ ദിസ് ഈസ് ബേസ്ഡ് ഓൺ റെക്കമെൻഡേഷൻ ഫ്രം AI. AI തരുന്ന റെക്കമെൻഡേഷൻ എന്നാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ഈ കമ്പനികൾ നമുക്ക് എന്ത് ചെയ്യുന്നത്, റെക്കമെൻഡേഷൻ ആയിട്ട് മൂവീസ് ഒക്കെ കാണിച്ചിരുന്നു. ഇത് എല്ലാ മേഖലകളിലും ഇത് ഉണ്ട് എന്ന് എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തൊരു ടോപ്പിക്കിലേക്ക് പോയാലോ. വിദ്യാഭ്യാസ മേഖല ഞാൻ ഓൾറെഡി പറഞ്ഞതാണ്. പേഴ്സണലൈസ്ഡ് ലേണിംഗ്, അതായത് ഓരോരുത്തർക്കും അവരവരുടെ നിലവാരത്തിനനുസരിച്ച് പഠിച്ചെടുക്കാൻ കഴിയുന്നു. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഒരു കുട്ടി, ഇപ്പൊ സപ്പോസ് എൻ്റെ കേസിൽ എനിക്ക് ഭിന്നസംഖ്യ, ഫ്രാക്ഷൻ എന്ന് പറയുന്ന സംഭവം അറിയില്ല എന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ എനിക്കത് പഠിക്കണം. അപ്പൊ അതെനിക്ക്, ഇപ്പൊ ഞാൻ മുതിർന്ന ഒരാളാണ്, എനിക്കത് എൻ്റെ കോളേജിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു ടീച്ചറോട് ചോദിക്കുന്നതിൽ എനിക്ക് നാണമുണ്ടെന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ MI ബോയ്സിലെ, ഇപ്പൊ നിങ്ങളൊക്കെ എൻ്റെ ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുന്നു, +1 പഠിക്കുന്ന അല്ലെങ്കിൽ +2 പഠിക്കുന്ന നിങ്ങളോട് ചോദിച്ചിട്ട് എനിക്ക് ഫ്രാക്ഷൻ പഠിക്കണം എന്ന ആഗ്രഹമുണ്ട്. പക്ഷെ എനിക്ക് ചോദിച്ചാൽ നിങ്ങൾ എന്ത് വിചാരിക്കും? അയ്യോ, ഇത്രയും വലിയ മാഷുമാരായിട്ട് എനിക്കൊന്നും ഫ്രാക്ഷൻ അറിയില്ലേ എന്ന് നിങ്ങൾ ചിലപ്പോൾ ചോദിക്കും, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ മനസ്സിൽ വിചാരിക്കുകയും ചെയ്യും. അപ്പൊ അങ്ങനെ ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ എനിക്ക് എന്ത് ചെയ്യാം, ChatGPT പോലെയുള്ള AI ടൂളുകളോട് ചോദിക്കാം. എന്ത് ചോദിക്കാം? ടീച്ച് മീ ഫ്രാക്ഷൻ ഇൻ മാത്തമാറ്റിക്സ് ഇൻ സിമ്പിൾ ടേംസ് ഇൻ എ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഫോർമാറ്റ് എന്ന് പറഞ്ഞിട്ട് എനിക്ക് ChatGPT ചോദിക്കാം. ഫ്രാക്ഷനെ കുറിച്ച്, ഭിന്നസംഖ്യയെ കുറിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്നെ ഒന്ന് പഠിപ്പിച്ച് തരാമോ? എന്നിട്ട് വേണമെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, കാര്യം കൂടി ആഡ് ചെയ്ത് വെക്കാം. ആസ് ഇഫ് ഐ ആം എ 5-year-old കിഡ്. എനിക്ക് 5 വയസ്സ്, ഞാനൊരു 5 വയസ്സുള്ള കുട്ടിയാണ്, എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ എനിക്ക് ഭിന്നസംഖ്യയെ കുറിച്ച് പറഞ്ഞു തരാമോ? ആരോടാ ഞാൻ ചോദിക്കുന്നത്? ഒരു AI ചാറ്റ് ബോട്ടിനോടാണ് ചോദിക്കുന്നത്. ChatGPT എന്ന് പറയുന്ന ചാറ്റ് ബോട്ടിനോടാണ് ചോദിക്കുന്നത്. ചാറ്റ് ബോട്ട് എനിക്ക് ആൻസർ തരൂലേ? തരും. ഇത് എനിക്ക് ഭിന്നസംഖ്യ അറിയില്ല എന്ന് ലോകത്ത് വേറെ ആരെങ്കിലും അറിയോ? ഇല്ല. ആര് മാത്രമേ അറിയുള്ളൂ? ChatGPT മാത്രം. സോ പേഴ്സണലൈസ്ഡ് ലേണിംഗ് ആണ്. സ്റ്റുഡന്റിന്റെ നീഡ്, സ്റ്റുഡന്റിന്റെ ആവശ്യം. ഇപ്പൊ എന്റെ ആവശ്യമാണ് എനിക്ക് ഭിന്നസംഖ്യ പഠിക്കണം. രണ്ടാമത്തത് പേസ്, സ്റ്റുഡന്റിന്റെ സ്പീഡ്. നമുക്കറിയാലോ, ഇപ്പൊ നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ പലരും പല സ്പീഡിലാണ് പഠിക്കുന്നത്. ചിലർക്ക് ടീച്ചർ ഒരു തവണ പറഞ്ഞാൽ മനസ്സിലാവും, ചിലർക്ക് 5 തവണ പറയേണ്ടി വരും, ചിലർക്ക് 2 തവണ പറഞ്ഞാൽ മതിയാവും, ചിലർക്ക് കേട്ട് പഠിക്കുന്നവരുണ്ടാവും, ചിലർ വായിച്ച് പഠിക്കുന്നവരുണ്ടാവും, ചിലർ കണ്ട് പഠിക്കുന്നവരുണ്ടാവും. അങ്ങനെ പലതരത്തിലാണ് ഓരോരുത്തരുടെയും ലേണിംഗ് സ്റ്റൈൽ. അപ്പൊ നമ്മുടെ ലേണിംഗ് സ്റ്റൈലിനനുസരിച്ച്, നമ്മുടെ സ്പീഡിനനുസരിച്ച്, നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മളെ പഠിപ്പിച്ചു തരുവാൻ AIക്ക് കഴിയും. ഓക്കെ ആണല്ലോ. ഇനി അടുത്തത് ഓട്ടോമാറ്റിക് ഗ്രേഡിംഗ് ആൻഡ് ഫീഡ്ബാക്ക്. നമുക്കറിയാലോ, ഇപ്പൊ ടീച്ചേഴ്സിനുള്ള വളരെ വലിയൊരു പാടാണ്, പ്രയാസപ്പെടുള്ള ഒരു കാര്യമാണ് ആൻസർ പേപ്പർ നോക്കുക, അസൈൻമെന്റ് ചെക്ക് ചെയ്യുക പോലുള്ള കാര്യങ്ങൾ. ഇതെല്ലാം നമുക്ക് AI കൊണ്ട് എളുപ്പമാക്കി ചെയ്യാൻ പറ്റും. അതുപോലെ ട്യൂഷൻ, നമുക്കറിയാലോ, ഇപ്പൊ പൊന്നാനിയിൽ തന്നെ ചൈതന്യ എന്ന് പറയുന്ന ട്യൂഷൻ സെന്റർ ഉണ്ട്, പ്ലസ് ഉണ്ട്, അതുപോലെ ഒത്തിരി ട്യൂഷൻ സെന്റേഴ്സ് ഉണ്ട്. പണ്ടുണ്ടായിരുന്നതൊക്കെ അവിടെ ഇപ്പൊ ഉണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഈ ട്യൂഷൻ സെന്ററിൽ പോയി പഠിക്കാൻ ഒരാൾക്ക് സാമ്പത്തികമായിട്ട് കഴിവില്ല എന്ന് വിചാരിക്കുക. സ്കോളറൊക്കെ ഉണ്ട്, ചത്തപ്പടിക്ക് സ്കോളർ, ഉണ്ട് ചമ്പട ജംഗ്ഷനിൽ പണ്ട്. ഞാനിപ്പോ കണ്ണൂരാണ് സെറ്റിൽ ആയിരിക്കുന്നത്. മുമ്പ് എനിക്കറിയാവുന്ന അന്നുണ്ടായിരുന്ന സ്ഥാപനങ്ങളുടെ പേരൊക്കെ ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇവിടെയൊക്കെ പോയി പഠിക്കാൻ സാമ്പത്തികമായിട്ട് എനിക്ക് കഴിവില്ല എന്ന് വിചാരിക്കുക. എൻ്റെ അച്ഛന് സാമ്പത്തികമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാൻ കഴിവില്ല. അപ്പോ എനിക്ക് എന്ത് വേണ്ട, ട്യൂഷൻ പഠിക്കാൻ പോകണമെന്നില്ല, AI ചോദിച്ചാൽ മതി. ഇപ്പൊ നാളെ മാത്സിന്റെ എക്സാം ആണ്, അപ്പൊ എനിക്ക് AI ചോദിച്ചാൽ മതി, മാത്സിലെ ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്റർ വളരെ സിമ്പിൾ ആയിട്ട് എനിക്കൊന്ന് പറഞ്ഞു തരാമോ വിത്ത് എക്സാമ്പിൾസ് ചോദിച്ചാൽ ChatGPT പഠിപ്പിച്ചു തരും. ഓക്കെ, അപ്പോൾ നമ്മളെ എന്ത് പഠിക്കാനും നമ്മൾ എന്ത് ചെയ്യും, സപ്പോർട്ട് ചെയ്യും. ഇതൊക്കെ ഒരു എക്സാമ്പിൾ ആണ്, എഡ്യൂക്കേഷൻ മേഖല മാത്രം. അതുപോലെ തന്നെ എൻഹാൻസ്ഡ് ആക്സസിബിലിറ്റി, ലോകത്ത് ആർക്കും എന്തും പഠിക്കാവുന്ന ഒരു ആക്സസ് ലഭിക്കാൻ തുടങ്ങി. ഇംപ്രൂവ്ഡ് അസസ്മെന്റ്, ഓരോ സ്റ്റുഡന്റ് പെർഫോമൻസിനെയും അവന്റെ സ്ട്രെങ്ത് എന്താണ്, വീക്ക്നെസ് എന്താണ്, കൃത്യമായി നമുക്ക് അതിന് ഇൻസൈറ്റ്സ് കിട്ടാൻ തുടങ്ങി. അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി, ആസ് എ ടീച്ചർ നമുക്ക് അറ്റൻഡൻസ് എടുക്കാൻ, ക്ലാസ് റൂമിലെ റിസോഴ്സ് ഒക്കെ മാനേജ് ചെയ്യാൻ, അതൊക്കെ നമുക്ക് വളരെ എളുപ്പമാക്കി. അതുപോലെ സ്കിൽ ഡെവലപ്മെന്റ്, ആസ് എ സ്റ്റുഡന്റ്, ആസ് എ ടീച്ചർ
നമുക്ക് ഉണ്ടായിരിക്കേണ്ട അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ നിലവിൽ കുറവുള്ളതായ സ്കില്ലുകൾ അത് പഠിച്ചെടുക്കുവാൻ നമ്മൾ എന്ത് ചെയ്യുന്നു, സപ്പോർട്ട് ചെയ്യുന്നു. അതുപോലെ ഗ്ലോബലി കൊളാബറേറ്റ് ചെയ്യാൻ സഹായിക്കുന്നു, ഏർലി ഇന്റർവെൻഷൻ സഹായിക്കുന്നു, ലൈഫ് ലോങ് ലേണിങ്ങിനെ സഹായിക്കുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ AI കൊണ്ടുള്ള നേട്ടങ്ങളാണെങ്കിലും AI കൊണ്ട് കുറെ വെല്ലുവിളികളും ഭീഷണികളും ലോകത്തിലുണ്ട്. അത് പ്രധാനപ്പെട്ട രണ്ട് മൂന്ന് കാര്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തേത് പറഞ്ഞാൽ പ്രൈവസി ഇഷ്യൂസ് ആണ്. രണ്ടാമത്തത് ബയാസ്, അതായത് AI ചില രാജ്യങ്ങളോട്, ചില വ്യക്തികളോട്, ചില ഭരണകൂടങ്ങളോട് എന്തുണ്ട്, ബയാസുകളുണ്ട്. ബയാസ് ചായ്വുണ്ട്. നമ്മൾ ചില മന്ത്രിമാരെ കുറിച്ച്, ചില ഭരണാധികാരികളെ കുറിച്ച്, ചില രാജാക്കന്മാരെ കുറിച്ച് നമ്മൾ ഓരോ കാര്യങ്ങൾ നിഷ്പക്ഷമായി ചോദിച്ചാൽ ChatGPT അല്ലെങ്കിൽ അതുപോലെയുള്ള ബോട്ടുകളൊന്നും കൃത്യമായി മറുപടി പറയില്ല. ഇനി അതുപോലെ തന്നെ ജോബ് ലോസസ്, ഒരുപാട് പേരുടെ ജോലി AI കൊണ്ട് നഷ്ടപ്പെടും. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, നമുക്ക് മലയാള സിനിമാ ലോകത്തിനെ മോളിവുഡ് എന്ന് പറയുന്നത് പോലെ അമേരിക്കയിലുള്ള സിനിമാ ലോകമാണ് ഹോളിവുഡ്, അല്ലെ? ഹോളിവുഡിൽ ഈയിടെ അവിടെ സിനിമാ സംവിധായകന്മാരും അതുപോലെ തിരക്കഥാകൃത്തുക്കള്, ഗാനരചയിതാക്കള് ഒരു സമരം നടത്തി. വലിയൊരു റാലി, മുദ്രാവാക്യങ്ങളൊക്കെ വിളിച്ചു പോയി. നമ്മളിപ്പോ കേരളത്തിൽ നിലവിൽ ആശാ വർക്കർമാർ സമരം ചെയ്യുന്നത് പോലെ അമേരിക്കയിൽ ലോക ചരിത്രത്തിൽ ആദ്യമായി ഒരു രാജ്യത്ത് സിനിമാ സംവിധായകന്മാരും തിരക്കഥാകൃത്തുക്കളും അതുപോലെ തന്നെ ഗാനരചയിതാക്കളും സമരം നടത്തി. എന്തിനെതിരെ എന്നറിയാമോ? എന്നാലോചിച്ച് നോക്കിയേ. AI ക്കെതിരെ. കാരണം AI വന്നപ്പോ ഗാനരചയിതാക്കളുടെ പണി പോയി, മ്യൂസിക് കൊടുക്കുന്നവരെ, സംഗീതം കൊടുക്കുന്നവരെ പണി പോയി, പാട്ടെഴുതുന്നവരെ പണി പോയി, അതുപോലെ കഥ എഴുതുന്നവരെ പണി പോയി, വീഡിയോ എഡിറ്റർമാരെ പണി പോയി. അങ്ങനെ ഇവരെല്ലാവരും AI ഉണ്ടാകുന്ന പുരോഗതിക്കെതിരെ, ഡെവലപ്മെന്റ്സിനെതിരെ സമരം ചെയ്തു. അപ്പോൾ AI എന്ത് ചെയ്യുന്നു? AI ഒരു ചലഞ്ചാണ്, ഒരു ഭീഷണിയാണ്, ത്രെട്ടാണ്. ജോബ് ലോസസ്, ഒരുപാട് പേരുടെ ജോലി പോകും. സെക്യൂരിറ്റി ഇഷ്യൂസ്, എത്തിക്കൽ ഡിലമാസ്, ട്രാൻസ്പെറൻസി ഇഷ്യൂസ്, റെഗുലേറ്ററി ഫ്രെയിംവർക്സ്, ഇങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഇനി നമ്മൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് കടന്നു വരികയാണ്. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള ജോലി അന്വേഷണങ്ങളുണ്ട്. ട്രഡീഷണൽ മെത്തേഡ്സും ഉണ്ട്, അതുപോലെ തന്നെ AI ബേസ്ഡും ഉണ്ട്. ട്രഡീഷണൽ മെത്തേഡാണ് നിലവിലെ ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെന്തൊക്കെയുള്ളത്? നമ്മൾ ജോലിയുടെ പരസ്യങ്ങളുള്ള സ്ഥലങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, അത് പരതിക്കൊണ്ടേയിരിക്കുക. ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും. ഇപ്പോൾ മനോരമ പത്രത്തിന് എന്തുണ്ട്, അവസരങ്ങൾ എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട്. ഹിന്ദു ന്യൂസ് പേപ്പറിന് ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞ പേജ് ഉണ്ട്. അതുപോലെ ഇനി ഓൺലൈനിലേക്ക് പോയാൽ നമ്മൾ ഗൂഗിൾ ക്രോമിലൊക്കെ സെർച്ച് ചെയ്താൽ നൗക്കരി എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട്, ലിങ്ക്ഡിൻ എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട്, ഇൻഡീഡ് എന്ന് പറഞ്ഞ വെബ്സൈറ്റ് ഉണ്ട്, ഗ്ലാസ് ഡോർ ഉണ്ട്. ഒരുപാട് വെബ്സൈറ്റുകളുണ്ട്. ഈ വെബ്സൈറ്റുകളിലൊക്കെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. കുറെ ആൾക്കാർ ജോബ് ഓപ്പർച്യൂണിറ്റീസ് പരസ്യം ചെയ്യുന്നവരുണ്ട്, ചിലർ ജോലി അന്വേഷിക്കുന്നവരുണ്ട്. ഇപ്പൊ ഇവരുടെ മീറ്റിംഗ് പ്ലേസ് ആണ് എന്ത്, ഇത്തരം വെബ്സൈറ്റുകളെല്ലാം. ഇപ്പൊ ഇതിലൊക്കെ പോയിട്ടാണ് സാധാരണ ആൾക്കാർ എന്ത് ചെയ്യാറ്, ജോലി കണ്ടെത്താറ്. ഇനി അതുപോലെ തന്നെ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ പേഴ്സണൽ കണക്ഷൻ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിൽ ഇപ്പോൾ +1 പഠിക്കുന്ന ഒരു കുട്ടി, ഓക്കെ, നിങ്ങളിൽ ഒരാൾ, അയാളുടെ ഫാദർ ഗൾഫിൽ ജോലി ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾ +2 ഒക്കെ കഴിഞ്ഞു, ഡിഗ്രി ഒക്കെ കഴിഞ്ഞു, ജോലി അന്വേഷിക്കാൻ തുടങ്ങിയപ്പോൾ ഫാദർ പറഞ്ഞു, നീ ഇനി അധികം അന്വേഷിച്ച് സമയം കളയണ്ട, എൻ്റെ കമ്പനിയിൽ തന്നെ കയറിക്കോ എന്ന് പറഞ്ഞു. അതാണ് പേഴ്സണൽ കണക്ഷൻ. നമ്മുടെ ഫ്രണ്ട്സിന്റെയോ പാരന്റ്സിന്റെയോ റിലേറ്റീവ്സിന്റെയോ ഒക്കെ കമ്പനിയിലേക്ക് ജോലി കയറുക. ഇതാണ് രണ്ടാമത്തെ മെത്തേഡ്. മൂന്നാമത്തെ നമ്മൾ എന്ത് ചെയ്യുന്നു, തുരിതുര അപേക്ഷകൾ അയക്കുന്നു. ലോകത്തെ വിവിധ രാജ്യങ്ങളിലുള്ള അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ വിവിധ നാടുകളിലുള്ള കമ്പനികളിലേക്കും സ്ഥാപനങ്ങളിലേക്കും നമ്മൾ നമ്മുടെ ജോബിന്റെ ആപ്ലിക്കേഷൻ അയക്കുന്നു. ഇതാണ് സാധാരണ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ. ഓക്കെ ആണോ? ഇനി എന്നാൽ AI വേൾഡിലുള്ള കാര്യങ്ങൾ നോക്കാം. ഏതാണ് എളുപ്പം നോക്കാം കേട്ടോ. ഓക്കെ. ഇനി AI പവേഡ് ആണെങ്കിൽ, AI ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ജോലി അന്വേഷിക്കുന്നതെങ്കിൽ അതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെ, അതിന് നമ്മൾ എന്തൊക്കെ ടൂളാണ് ഉപയോഗിക്കേണ്ടത്, നമ്മുടെ വിഷയത്തിലേക്ക് പതുക്കെ പതുക്കെ എത്തുകയാണ്. എല്ലാവരും ശ്രദ്ധ വിട്ടുപോകരുത്. ഓക്കെ, നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആവാൻ വേണ്ടിയാണ്, ക്ലാരിറ്റി ഉണ്ടാവാൻ വേണ്ടിയാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത്. ഓക്കെ, യെസ്. അപ്പൊ AI ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ ജോബ് സെർച്ച് ചെയ്യാം, ഇതിനുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഒന്നാമത്തത്, നമ്മുടെ സ്കില്ലിനനുസരിച്ചുള്ള ജോബുകൾ AI നമുക്ക് സജസ്റ്റ് ചെയ്യുന്നു, ഒന്നാമത്തത്. രണ്ടാമത്തത്, നമ്മുടെ പേഴ്സണലൈസ്ഡ് ഇൻസൈറ്റ് കിട്ടുന്നു. ഇപ്പോൾ എനിക്ക് മാത്സിൽ മാർക്ക് കുറവാണ്,
അപ്പോൾ നീ എന്ത് ചെയ്യണ്ട, ലോജിക്കൽ തിങ്കിങ്ങുമായി ബന്ധപ്പെട്ട ജോബിന് പോകണ്ട എന്നെന്ത് ചെയ്യുന്നു, എന്നോട് പറയുന്നു. ഓക്കെ. അതുപോലെ എനിക്ക് മാച്ച് ആവുന്ന ജോലി ഏതാണ്, ആ ജോലിക്ക് എന്ത് ചെയ്യുന്നു, എൻ്റെ അപ്ലിക്കേഷൻ ഓട്ടോമാറ്റിക് പോകുന്നു. ഓക്കെ, അതൊക്കെ നമ്മൾ ടൂളുകൾ പഠിക്കും. നെക്സ്റ്റ് വൺ, ഒപ്റ്റിമൈസിങ് യുവർ റെസ്യൂമെ. നിങ്ങൾ ജോലിക്ക് വേണ്ടി നിങ്ങൾ പഠിച്ച കോഴ്സുകൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ സ്കില്ലുകൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ അഡ്രസ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു സംഭവം ഉണ്ട്, അതിന് റെസ്യൂമെ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ജോബ് ആപ്ലിക്കേഷന് വേണ്ടി ഇപ്പൊ ജോബ് ആപ്ലിക്കൻ്റ് ആയ ഞാൻ ഒരു എക്സാമ്പിൾ പറയാണ്. ഞാനെന്ന വ്യക്തി ഒരു ലുലു എന്ന് പറയുന്ന ഒരു കമ്പനിയിലേക്ക് എന്ത് ചെയ്യുന്നു, ഒരു ജോബ് ആപ്ലിക്കേഷൻ അയക്കുന്നു. അപ്പൊ എനിക്ക് വേണ്ടി ലുലുവിന്റെ മുതലാളിയായ MA യൂസഫ് അലി സാറിന്റെ മുമ്പിൽ എനിക്ക് വേണ്ടി സംസാരിക്കുന്ന ഒരു ഡോക്യുമെന്റിനെയാണ് നമ്മൾ റെസ്യൂമെ എന്ന് പറയാം. അപ്പൊ അതിൽ എന്തൊക്കെ ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ഇനി പഠിക്കും കേട്ടോ. അപ്പൊ ആ റെസ്യൂമെ നമ്മുടെ ജോലിക്ക് അനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഒപ്റ്റിമൈസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇന്റർവ്യൂ പ്രിപ്പയർ ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ജോലി അന്വേഷിക്കുന്നത് കുറച്ചുകൂടി എഫിഷ്യൻറ്റും ടാർജറ്റും ആവുന്നു. വെറുതെ എല്ലായിടത്തും പോയി അപ്ലൈ ചെയ്യലല്ല, നമുക്ക് മാച്ച് ആവുന്ന കമ്പനികളിൽ നമുക്ക് എന്ത് ചെയ്യുന്നു, ജോലിക്ക് അപ്ലൈ ചെയ്യുന്നു. AI വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. മാച്ചിങ് പ്രോസസ്സ് ഓൾറെഡി പറഞ്ഞു. അതുപോലെ പേഴ്സണലൈസേഷൻ, ഓരോരുത്തർക്കും വേണ്ടത് അവരവരെ അനുസരിച്ച് എന്ത് ചെയ്യുന്നു. എഫിഷ്യൻസി നമ്മൾ ഓൾറെഡി പറഞ്ഞു, ടാർജറ്റഡ് ആയിരിക്കും. ഇനി AI പവേർഡ് ജോബ് സെർച്ചിന്റെ സാധ്യതകളും അതിന്റെ നേട്ടങ്ങളും എന്തൊക്കെയാണ്, അതിന്റെ മെച്ചങ്ങൾ എന്തൊക്കെയാണ്. ഒന്ന്, ബ്രോഡർ റീച്ച്, ഒരുപാട് സ്ഥലത്തേക്ക് നമ്മുടെ റെസ്യൂമേയും കാര്യങ്ങളും പോകും. ഓക്കെ. അതുപോലെ തന്നെ വി ക്യാൻ സീ വൈഡ് റേഞ്ച് ഓഫ് ജോബ് ഓപ്പണിങ്സ്, ഒത്തിരി ജോബ് ഓപ്പണിങ്സ്, എവിടെയൊക്കെ ഒഴിവുകൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും, ആക്സസ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തത്, റെലവൻസ് കൂടും. ഇപ്പൊ എനിക്ക് കുറെ സ്കിൽസ് ഉണ്ട്, എനിക്കിപ്പോൾ പഠിപ്പിക്കാൻ ഇഷ്ടമാണ്. അപ്പൊ എനിക്ക് ആ സ്കില്ല് ആവശ്യമായ ജോലികളിലേക്ക് മാത്രം എന്ത് ചെയ്താൽ മതി, എൻ്റെ അപേക്ഷ പോയാൽ മതി. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപേക്ഷ നമുക്ക് അങ്ങനെ അയക്കാൻ പറ്റും. അതുപോലെ തന്നെ എനിക്ക് വേണ്ടി ഓട്ടോമാറ്റിക് ആയിട്ട് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാനും കവറിംഗ് ലെറ്റർ ഒക്കെ റെഡിയാക്കി തരാനും AI നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ എൻ്റെ റെസ്യൂമെ അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിലെ പോരായ്മകൾ എന്തൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് തിരുത്തി അതൊന്ന് റിഫ്രഷ് ചെയ്ത് സെറ്റാക്കി തരാനും AI പവേർഡ് ജോബ് സെർച്ചിന് കഴിയും. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, ഇനി നമുക്ക് ടൂളുകളിലേക്ക് പോവാം. നമ്മുടെ ജോബ് സെർച്ചുമായി ബന്ധപ്പെട്ട് നമ്മളെ സഹായിക്കുന്ന ടൂളുകളിലേക്ക് പോവാം. ഓക്കെ, നമ്മൾ അടുത്ത വീഡിയോയിൽ ബാക്കി ഡിസ്കസ് ചെയ്യും. ഓക്കെ, താങ്ക് യു.